എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജുൻജുൻവാലയുടെ നിക്ഷേപ തന്ത്രങ്ങളാണ്. അതായത് അതിൻ്റെ ഒരു 4ാം പാർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പും ചെയ്ത 3 പാർട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ തനിക്ക് എഴുതി കുറിച്ചിട്ട കൃത്യമായ രീതികൾ ഇല്ല എന്നാണ് ജുൻജുൻവാല പറയുന്നത്. ഓഹരി വിപണി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്ത സാഹചര്യങ്ങളെ അപ്പോൾ പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് നേരിടുകയാണ് ഒരു നിക്ഷേപകൻ ചെയ്യേണ്ടത്. റിസ്ക് മാനേജ്മെൻ്റ് ആണ് അതിൽ പ്രധാനമായിട്ടുള്ളത് എന്നും അദ്ദേഹം നമ്മളോട് പറയുന്നു. ഷെയർ മാർക്കറ്റിനെ ബാധിക്കാത്തതായി ഒന്നുമില്ല. ഇന്ത്യയിൽ നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എല്ലാ വിപണികളെയും ബാധിക്കുന്നതായി, അതായത് പ്രതികൂലമായോ അനുകൂലമായോ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഓഹരി വിപണി പ്രവചനത്തിന് അതീതമാണ് എന്ന് പറയുന്നത്. ഓഹരി വിപണി ഒരിക്കലും നഷ്ടസാധ്യതകൾക്ക് അതീതമല്ല എന്ന സത്യം ജുൻജുൻവാല അംഗീകരിച്ചില്ല. എന്നാൽ അതിനെ മറികടക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തി പ്രയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. എങ്ങനെ റിസ്കിനെയും നഷ്ടങ്ങളെയും ഓവർകം ചെയ്യുന്നു എന്നതനുസരിച്ചാണ് വിപണിയിലെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ജുൻജുൻവാല ഒരേ സമയം റിസ്കിനെയും പരാജയങ്ങളെയും മറികടക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. കച്ചവടത്തിൽ നഷ്ടം സ്വാഭാവികമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം വിവിധ മേഖലകളിൽ ഒരേ സമയം പണം നിക്ഷേപിച്ചു. നഷ്ടം ഉണ്ടാകുമ്പോൾ വിപണിയിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം. തുടർച്ചയായി വ്യാപാരം ചെയ്തു കൊണ്ടിരുന്നാലേ നഷ്ടങ്ങൾ നികത്താൻ കഴിയൂ. പല ലാഭങ്ങൾ ചേർന്ന് നഷ്ടത്തിൻ്റെ ആഘാതത്തിൽ നിന്നും നമ്മളെ കരകയറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. നഷ്ടം വരുന്ന പണവും ഓഹരി വിപണി നിന്ന് തന്നെ വന്നതാണെങ്കിൽ അത് വീണ്ടും ഉണ്ടാക്കാൻ പ്രയാസമില്ല എന്നാണ് രാകേഷ് ജുൻജുൻവാലയുടെ പക്ഷം. ജുൻജുൻവാല വിപണിയെ വില കുറച്ച് കാണുകയോ വിപണിക്ക് അതീതമായി ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. വിപണിയിൽ മികച്ചത് വരാൻ ഇരിക്കുന്നത് ഉള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള പറച്ചിൽ. അതായത് വില കൂടി നിൽക്കുന്ന ഓഹരിയുടെ വില പോലും ഇനിയും കൂടാം. ആർക്കും ഒരു പരിധിയും ആ വിലയിൽ കൽപ്പിക്കാനായിട്ടാവില്ല. ശരിയായ ഓഹരിയാണ് നിങ്ങൾ വാങ്ങിയിരിക്കുന്നതെങ്കിൽ ധൈര്യമായി കാത്തിരിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പോളിസി. അതായത് അദ്ദേഹം പറയുന്നത് ബൈ റൈറ്റ് സിറ്റ് ടൈറ്റ് എന്നതാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അതായത് ചെയ്യാനുള്ളതല്ല, അതായത് ഓഹരി വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു അനലൈസേഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് വാങ്ങുന്നു, അതെല്ലാം ചെയ്യാനുള്ളതെല്ലാം വാങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. എന്തുകൊണ്ട് വാങ്ങുന്നു, വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ക്ഷമയോടെ കാത്തിരിക്കാനാണ് അദ്ദേഹം നിക്ഷേപകരോട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമേ ഉള്ളൂ പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ നിക്ഷേപ തന്ത്രങ്ങളുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.